നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഷാഫി പറമ്പിൽ അങ്ങനെ ആശുപത്രി കിടക്കയിലാണ്. സർജറി എല്ലാം അദ്ദേഹത്തിന് കഴിഞ്ഞു. ഇപ്പോൾ വാർഡിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. എന്തായാലും അദ്ദേഹത്തിന്റെ മൂക്കിലെ പാലം തകർന്നിരിക്കുകയാണ്. 2 അടിയാണ് പ്രധാനമായി അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നത്. രക്തം വാർന്നൊഴുകുകയാണ് ഷാഫി പറമ്പിനുണ്ടായത്. പിന്നാലെ തന്നെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയും ഉണ്ടായിരുന്നു. ഷാഫിയെ കാണാൻ നിരവധി ആളുകൾ എത്തുകയാണ്. ആ കൂട്ടത്തിൽ കോൺഗ്രസുകാരനല്ലെങ്കിൽ പോലും ഏറ്റവും അടുത്ത ഒരു സുഹൃത്തായ, തന്റെ ഗുരുനാഥനായ, തന്റെ ജ്യേഷ്ഠ സ്ഥാനത്തുള്ള ഷാഫിയെ കാണാനായി രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തുകയാണ്. ഷാഫിയെ കാണാൻ രാഹുൽ എത്തിയപ്പോൾ അദ്ദേഹം ഷാഫിക്ക എന്ന് വിളിക്കുകയും അദ്ദേഹത്തിന് അടുത്ത് വന്ന് നിൽക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഈ ഒരു വിഷയത്തിൽ, അതായത് ഷാഫി പറമ്പിൽ ആദ്യഘട്ടത്തിലൊക്കെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് എത്രത്തോളം പിന്തുണച്ചതാണ് എന്നും നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് ഷാഫിയും രാഹുലും തമ്മിലുള്ള ബന്ധം എന്താണെന്നും മലയാളത്തിലെ രാഷ്ട്രീയം ഉറ്റുനോക്കുന്ന അല്ലെങ്കിൽ മറ്റേത് കൊച്ചുകുട്ടിക്ക് പോലും അറിയാവുന്ന ഒരു ബന്ധമാണ്. അത്രയ്ക്കും സൗഹൃദങ്ങളുടെ, സഹോദര സ്നേഹത്തിന്റെ, ഒരു സുഹൃത്തിന്റെ ഒക്കെ ബന്ധമാണ് അവർ തമ്മിൽ ഉള്ളത്. അതുകൊണ്ട് തന്നെ ആ കിടക്കയിൽ കിടക്കുന്നതിന്റെ ജ്യേഷ്ഠ സ്ഥാനത്തുള്ള, ഗുരുസ്ഥാനത്തുള്ള വ്യക്തിയാണ് എന്ന് രാഹുൽ നന്നായി അറിയാം. അതുകൊണ്ട് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടം കോൺഗ്രസുകാരനല്ലെങ്കിൽ പോലും അദ്ദേഹത്തിന് പല തടസ്സങ്ങൾ ഉണ്ടായിട്ടെങ്കിലും അദ്ദേഹം ഷാഫിയെ കാണാനായി ഓടി അവിടെ എത്തിയിരിക്കുന്നത്. ഷാഫിക്ക എന്ന് വിളിച്ചുകൊണ്ടാണ് അദ്ദേഹം അവിടെ നിൽക്കുന്നത്. പോസ്റ്റ് രാഹുൽ മാങ്കൂട്ടം ആ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഈ അമ്പലം വിഴുങ്ങികളായ സർക്കാരിനെ തെരുവിൽ ചോദ്യം ചെയ്യാൻ പോലീസ് സമ്മാനിച്ച പരിക്കുകൾ ഭേദമായി ഉടൻ മടങ്ങിയെത്തട്ടെ. അതായത് പോലീസ് അറിഞ്ഞുകൊണ്ട് ചെയ്തു തന്നെ, അതായത് മൂക്കിന്റെ പാലം ഒന്ന് മാറിയിരുന്നുവെങ്കിൽ നെറ്റിയിലായിരുന്നതിനെ ആ അടി കൊണ്ട്. അതേ പോലീസിന്റെ ലാത്തിയുടെ ഭാരം എന്താണെന്നും ലാത്തിയിൽ നിന്നും ഒരു അടി ആഞ്ഞു കിട്ടിയാൽ എങ്ങനെയാകുമെന്ന പല അനുഭവമുള്ള ജനം, അല്ലെങ്കിൽ പല അനുഭവമുള്ള ചെറുപ്പക്കാർ നമുക്കിടയിലുണ്ട്. അങ്ങനെ ഒരു പക്ഷേ ജീവൻ മരണ പോരാട്ടമായിരുന്നു കഴിഞ്ഞ ദിവസം നടത്തിയത് എന്നുള്ളതാണ്. വീട്ടിലിരിക്കുന്ന ഭാര്യയുടെയും കുടുംബത്തിന്റെയും അനവധി ജനങ്ങളുടെയും വടകരയുടെ പ്രാർത്ഥനയും കേരളത്തിലെ പ്രാർത്ഥനയും ഒന്നുകൊണ്ട് മാത്രമാണ് ഷാഫി പറമ്പിലിന് മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും തന്നെ ഇല്ലാതെ നിൽക്കുന്നത് എന്ന ചോദ്യമാണ്, അല്ലെങ്കിൽ നിന്നത് എന്നാണ് പലരും പറയുന്നത്. എന്തായാലും ഷാഫിക്ക് വേണ്ടി ഈ നാട് ഒപ്പം ഉണ്ടാകും എന്ന് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിലും പറയുന്നത്. ഷാഫിയുടെ കരിസ്മ, അതായത് ആ ഗർജിക്കുന്ന ശബ്ദത്തിൽ പലരുടെയും ഉറക്കം കെടുത്തിയിരുന്നു. ഷാഫി പെട്ടെന്ന് എഴുന്നേറ്റ് ഒരു ഭാവി മുഖ്യമന്ത്രിയാണ് ഞങ്ങളുടേത് എന്നാണ് നിരവധി ആളുകൾ കമന്റ് ചെയ്തിരിക്കുന്നത്. ഷാഫിയുടെ ജനപ്രീതി കൂടുമ്പോൾ CPM ആകെ ഭ്രാന്താകുന്നു എന്ന് പറയുന്നവരുമുണ്ട്. ഷാഫിയുടെയും രാഹുലിന്റെയും സാന്നിധ്യം ജനസ്വാധീനവും എതിരാളികളെ അലോസരപ്പെടുത്തുന്നുവെന്നത് ഉറപ്പാണ്. ഈ അസഹിഷ്ണുത കാണണമെങ്കിൽ ഓരോ പോസ്റ്റിന് താഴെയുള്ള അവരുടെ കമന്റുകൾ നോക്കിയാൽ മതിയാകുമെന്ന് പറയുന്നു. നിങ്ങൾ രണ്ടുപേരും പലരുടെയും കണ്ണിലെ കരടാണ്, വളരെയധികം സൂക്ഷിക്കണം എന്ന് പറയുന്നത്. ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കളാണെങ്കിലും പോലീസ് ഇങ്ങനെയൊന്നും അടിക്കരുത്. അദ്ദേഹം ഒരു MP കൂടിയല്ലേ, അത് ചിന്തിച്ചുകൂടെ നിങ്ങൾക്ക്? ഒരു MPക്ക് ഇതാണ് അവസ്ഥയെങ്കിൽ സാധാരണക്കാരുടെ അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഇതെല്ലാം കേരളം കാണുന്നുണ്ട്. പിന്നെ രാഷ്ട്രീയപരമായി അങ്ങോട്ടും ഇങ്ങോട്ടും ആളുകൾ ചെളിവാരി എറിയുന്നത് കാണാൻ കഴിഞ്ഞു. അതൊക്കെ രാഷ്ട്രീയമായി കണക്കാക്കും, അതൊന്നും വിഷയമേ അല്ല എന്ന് പറയുന്നുണ്ട്. എന്തായാലും നിലവിൽ രാഹുൽ മാങ്കൂട്ടത്തിലും ഒപ്പം അതുപോലെ തന്നെ ഷാഫി പറമ്പിലും നിരവധി ആളുകളാണ് അദ്ദേഹത്തിന് പിന്തുണയുമായി രംഗത്ത് വരുന്നത്. മഷിക്കുപ്പി പകരം കൃത്രിമ രക്തം എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം എന്ന് പറയുകയാണ്. അതായത് ഇപ്പോഴും ഈ പറയുന്ന പോലെ തന്നെ പോലീസ് മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ വന്നിട്ട് പോലും പലരും ഇപ്പോൾ പറയുന്നതും മഷിക്കുപ്പി കൊണ്ടാണ് എന്നാണ്. എന്തായാലും ഒരാളുടെ ഒരു വിവരണമുണ്ട് എങ്ങനെയാണ് രക്തം ഉണ്ടാക്കുക എന്ന് നോക്കുന്നത്. കപ്പ്, അതായത് 1/4 കപ്പ് 180 മില്ലി ഈ ലൈറ്റ് കോൺസൺ സിറപ്പ്, അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ വെള്ളം, 2-3 ടീസ്പൂൺ ചുവപ്പ് ഫുഡ് കളറിംഗ്, 1 ടേബിൾ സ്പൂൺ ചോക്ലേറ്റ് സിറപ്പ് അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ, 1 തുള്ളി നീല അല്ലെങ്കിൽ പച്ച ഫുഡ് കളറിംഗ്, ഇവയെല്ലാം കൂടെ ചേർത്താൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് നിരവധി ആളുകൾ മുറിവുകൾ, അതുപോലെ തന്നെ തുളുമ്പുന്ന ബ്ലഡ് ഇഫക്റ്റ്, ക്യാമറയ്ക്ക് സമീപമുള്ള ഷോട്ടുകൾക്ക് വളരെ അനുയോജ്യമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ വലിയ രീതിയിൽ തന്നെ ഇപ്പോഴും വിമർശിക്കുന്ന ആളുകളുണ്ട്. എന്തായാലും അതിനെതിരെ നിരവധി കമന്റ്സുമായിട്ട് ആളുകൾ എത്തുന്നുമുണ്ട്. സഖാവ് ഏതായാലും ഇടതുപക്ഷത്തിന്റെ മുതൽക്കൂട്ടാണ്, ഇത് പുറത്തുവിട്ടതിന് നടപടി നേരിടേണ്ടി വരുമോ ആവോ എന്ന് അദ്ദേഹത്തെ ട്രോളിക്കൊണ്ട് നിരവധി ആളുകൾ വരുന്നുണ്ട്. മറ്റൊന്ന്, ആശയപരമായും രാഷ്ട്രീയപരമായും ഷാഫിയെ നേരിടാൻ AK സെന്ററിൽ ഇന്ന് ആളായി പിറന്ന ഒരാൾ ഇല്ല. പിന്നെ അവരുടെ കയ്യിലുള്ള ആയുധം മാത്രമാണ് വ്യാജ ആരോപണങ്ങളും കായിക അഭ്യാസങ്ങളും മാത്രമാണ് ഉള്ളത്. പക്ഷെ അതും ഷാഫി നേരിട്ടുകൊണ്ട് മുന്നോട്ടുള്ള പ്രയാണത്തിലാണ്. സഖാക്കളെ, നിങ്ങൾക്ക് അയാളെ കൊല്ലാം, പക്ഷെ തോൽപ്പിക്കാൻ ആവില്ല മക്കളെ. പോലീസ് അതിക്രമത്തിൽ നിന്ന് തന്റെ ജീവൻ പോലും വകവെക്കാതെ പ്രവർത്തകർക്ക് സംരക്ഷണ കവചം ഒരുക്കിയ നേതാവ് ഒരേ ഒരു ഷാഫി പറമ്പിൽ എന്നുള്ള മുദ്രാവാക്യങ്ങൾ നിരവധിയാണ്.
ഷാഫിക്ക് ആശുപത്രി വിടുമ്പോൾ നമുക്ക് ഗർഭം കലക്കി പൊട്ടിച്ച് സ്വീകരിക്കണം രാഹുലേട്ട എന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തെ കളിയാക്കുന്നവരുമുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് മുത്തുമണികൾ എന്ന് പറഞ്ഞ അവർ രണ്ടുപേരെയും ഇരു കൈ നീട്ടി സ്വീകരിക്കുന്നവരുണ്ട്. ഷാഫി ആൻഡ് രാഹുൽ ഇവരെ കണ്ടാൽ സഖാക്കൾക്ക് കുരു പൊട്ടുമെന്ന് പറഞ്ഞു തള്ളുന്നവരും നിരവധിയുണ്ട്. എന്തായാലും രാഹുൽ ഇത് കലക്കി, രാഹുൽ ഈ ഒരു ഘട്ടത്തിൽ ഷാഫിയെ പോയി കണ്ടതിൽ വളരെ നല്ലത് എന്ന് പറയുന്ന നിരവധി ആളുകളുണ്ട്. എന്തായാലും ഷാഫി പറമ്പിൽ കൂടുതൽ ശക്തനായ നേതാവാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. കൂടുതൽ ശക്തനായി മുറിവേറ്റ സിംഹത്തിന്റെ ഗർജനത്തിന് ഒരു പ്രത്യേക ശക്തി ഉണ്ടെന്ന് പറയുന്ന പോലെ തന്നെ ഷാഫി വീണ്ടും ശക്തനായ നേതാവായി തിരിച്ചു വരുമെന്ന കാര്യത്തിൽ സംശയമില്ല. രാഹുൽ മാങ്കൂട്ടത്തിന്റെ, വി.ഡി. സതീശന്റെ, അതുപോലെ തന്നെ ചെന്നിത്തലയുടെ, മുരളീധരന്റെ, ഇവിടുത്തെ ജനങ്ങളുടെ, ഈ നാടിന്റെ എല്ലാവരുടെയും പിന്തുണ ഈ ഷാഫിക്കൊപ്പം ഉണ്ട് എന്ന കാര്യത്തിലും സംശയമില്ല.